Welcome to Commates. In this video, you are going to learn about banking services. ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ കൊമേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ട്രേഡിൻ്റെയും അതുപോലെ തന്നെ എയ്ഡ്സ് ടു ട്രേഡിൻ്റെയും ആകെ തുക, അതായത് ദ സം ടോട്ടൽ ഓഫ് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്, ഇതിനെയാണ് നമ്മൾ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് എന്താണെന്ന് നമുക്കറിയാം. ട്രേഡ് റെഫേഴ്സ് ടു ദ സെയിൽ, എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നതോ, ട്രേഡ് എന്ന ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. അപ്പം എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ്. ഏതൊക്കെയാണ് ഈ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്? ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, വെയർഹൗസിംഗ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറീസ് ടു ട്രേഡ് തന്നെയാണ് ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബിസിനസ് സർവീസസ് എന്ന് പറഞ്ഞാൽ? സർവീസസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ ദി കണ്ടക്ട് ഓഫ് ദെയർ ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ആക്ടിവിറ്റീസൊക്കെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് എൻ്റർപ്രൈസസ് യൂസ് ചെയ്യുന്ന സർവീസസിനെയാണ് നമ്മൾ ബിസിനസ് സർവീസസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു ഡയഗ്രാം കാണുന്നുണ്ട് അല്ലേ? ഈ ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് എഴുതിയിട്ടുണ്ട്, ദെൻ ഹിയർ ബി ഉണ്ട്, ദെൻ ബാങ്ക്. എ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലാണെന്ന് അസ്യൂം ചെയ്യുക, ബി എന്ന് പറയുന്നത് വേറൊരു ഇൻഡിവിജ്വലാണ്. എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്. എ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. എൻ്റെ കയ്യിൽ എപ്പോഴും എക്സസ് ആയിട്ട് ഫണ്ട് എപ്പോഴും കയ്യിലുണ്ടാകും. അതായത് അയാളുടെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞാലും അയാളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഐഡിയലായിട്ട് അവിടെ കിടക്കുന്നുണ്ടാകും. ബീൻ്റെ കേസ് എനെ കമ്പയർ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ ബിക്ക് എപ്പോഴും ഇങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും ക്യാഷ് തികയാറില്ല. അപ്പം ഇതുപോലെ എനെ പോലെ കുറേ ആളുകളുണ്ടാവില്ലേ നമ്മുടെ എക്കണോമിയിൽ, അതുപോലെ ബീനെ പോലെയും ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ ഈ എ എന്ത് ചെയ്യും? അയാളുടെ കയ്യിലുള്ള എക്സസ് ആയിട്ടുള്ള ഫണ്ട് എവിടെ കൊടുക്കും? ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരുപാട് പേര്, എന്നെ പോലെയുള്ള ഒരുപാട് പേര് ബാങ്കിൽ ഫണ്ട് കൊണ്ടു കൊടുക്കും. ബാങ്ക് എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ക്യാഷൊക്കെ അവിടെ സൂക്ഷിച്ച് വെക്കുമോ? ഇല്ല. ബാങ്ക് എന്ത് ചെയ്യും? ബീനെ പോലെ ക്യാഷിന് ആവശ്യമുള്ളവർക്ക് അതെന്ത് ചെയ്യും? കടം കൊടുക്കും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടൊരു ബാങ്കിലെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949, അതായത് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ്ങിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദി പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പബ്ലിക്കിൻ്റെ കയ്യിലുള്ള പണം ഡിപ്പോസിറ്റ്സ് ആയിട്ട് ബാങ്കുകൾ സ്വീകരിക്കുന്നു. അതാണ് ആക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്? ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നില്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാങ്കുകൾ ഈ ഫണ്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്. എന്നിട്ടോ ഇതെങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്? റീപേയബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ ഈ ഡിപ്പോസിറ്റ്സ് നൽകിയ ആളുകൾ ഇത് ആവശ്യപ്പെടുന്നത്, തിരിച്ച് ആവശ്യപ്പെടുന്നത്, അപ്പോൾ റീപേ ചെയ്യും. ഓർ അതർവൈസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ വേറെ ഏതെങ്കിലും രീതിയിലാണ് റീപേ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. പിന്നെ അല്ലെങ്കിലോ വിഡ്രോ ചെയ്യാം. എങ്ങനെ? ചെക്ക്, ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ പേ ഓർഡർ, അല്ലെങ്കിൽ അതർവൈസ് മറ്റേതെങ്കിലും മാർഗം കൊണ്ട്. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ATM ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ അതർവൈസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ബാങ്കിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്, ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ otherwise.
ബാങ്കുകളെ നമുക്ക് മെയിനായിട്ട് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സ്, തേർഡ് വൺ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് ഫോർത്ത് വൺ സെൻട്രൽ ബാങ്ക്. അപ്പോൾ ഇങ്ങനെ 4 ടൈപ്പായിട്ടാണ് ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആൻഡ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഫോം ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ബാങ്കുകളുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ ദീസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് dealing in money and credit. They are governed by Indian Banking Regulation Act 1949. അപ്പോൾ ഇന്ത്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഗവേൺ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഇത് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ടും എന്താ ചെയ്യുക? ഡിപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും, ലോണുകൾ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ചെക്ക് ഫെസിലിറ്റി, പിന്നെ പലതരത്തിലുള്ള പേയ്മെൻറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജസ്, ഇതേപോലെയുള്ള പേയ്മെൻ്റ് ഒക്കെ നടത്തിയാണ് ഈ ബാങ്കുകളുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് മെയിൻലി പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സുമാണ്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിലുമുള്ള ബാങ്കുകളെയാണ് നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇതൊക്കെ എന്താണ്? പബ്ലിക് സെക്ടർ ബാങ്ക്സിന് എക്സാമ്പിളാണ്. അടുത്തതെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്നത് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ പ്രൈവറ്റ് പാർട്ടീസ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ICICI, ആക്സിസ് ബാങ്ക് ഒക്കെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ICICI ബാങ്കാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഫോം ചെയ്തിരിക്കുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് രജിസ്റ്റേർഡ് അണ്ടർ ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ആണ്. അതായത് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ ദ പ്രൊവിഷൻസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ RBI. എല്ലാ ബാങ്കുകളും റെഗുലേറ്റ് ചെയ്യുന്ന ആര് തന്നെയാണ്? RBI ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ആണ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഫോം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് പർപ്പസ്, ആ ഒരു സ്പെസിഫിക് പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെർട്ടിക്കുലർ ബാങ്കുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്. അതായത് ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഫോറിൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് ആണ് ഒരു രാജ്യത്തെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതൊക്കെ സെൻട്രൽ ബാങ്ക് ആണ്. അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കിനെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി മണി കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതും ഗവൺമെൻറ്റിന് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ അഡ്വൈസ് കൊടുക്കുന്നതുമൊക്കെ സെൻട്രൽ ബാങ്ക് ആണ്. അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കിനെ ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നും പറയുന്നത്. ഒരു രാജ്യത്തെ കറൻസി അതുപോലെ തന്നെ ക്രെഡിറ്റ് പോളിസീസൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. മോണിറ്ററി പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് സെൻട്രൽ ബാങ്കിനെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എന്നും പറയുന്നു. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്കിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം.